ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് 2 സെക്ഷൻസ് ആണ്. അതിലൊന്നാണ് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, മറ്റൊന്ന് ഗൗസസ് ലോ. നമ്മൾ ആദ്യം വരുന്നു കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. Charges on a body may be distributed in different ways. So here we have the first type of continuous charge distribution. നമ്മൾ പോയിന്റ് ചാർജസിനെ കുറിച്ചാണ് ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മളൊരു ബോഡി, സപ്പോസ് ഒരു സ്ട്രെയിറ്റ് ലൈൻ കണ്ടക്ടർ എടുത്തിരിക്കുകയാണ്, സ്ട്രെയിറ്റ് ലൈൻ കണ്ടക്ടർ. അപ്പോൾ ഈ കണ്ടക്ടറിൽ നമ്മൾ ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ നമ്പർ ഓഫ് പോയിന്റ് ചാർജസ് ഉണ്ട്. നമ്പർ ഓഫ് പോയിന്റ് ചാർജസ് ആർ ഹിയർ. ഹെൻസ് നെയിം കണ്ടിന്യൂസ് ചാർജ്. ഇവിടെ ചാർജ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരികയാണ്. ഹെൻസ് നെയിം കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ മനസ്സിലാക്കേണ്ട പോയിന്റ് ഇതാണ്: പോയിന്റ് ചാർജസ്, നമ്പർ ഓഫ് പോയിന്റ് ചാർജസ് ഒരു ബോഡിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. സോ ഇൻ ദ കേസ് ഓഫ് ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, ഹിയർ പോയിന്റ് ചാർജസ് ആർ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് അലോങ് എ ലൈൻ. ഹിയർ പോയിന്റ് ചാർജസ് ആർ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് അലോങ് എ ലൈൻ. അപ്പോൾ നമ്മളൊരു ലൈനിലേക്കാണ് പോയിന്റ് ചാർജ് കൊടുക്കുന്നതെങ്കിൽ അപ്പോൾ ലൈനിൽ എല്ലായിടത്തുമായിട്ട് എന്ത് ചെയ്യുന്നു? അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. The physical quantity associated with linear charge distribution is linear charge density. So what do you mean by linear charge density? Suppose here we have a straight conductor. The length of this conductor is L and this conductor is having a charge Q. ഇവിടെ Q എന്ന ചാർജ് ഈ കണ്ടക്ടറിൽ യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. Now the linear charge density is charge by length. Charge by length. Total charge by total length. So lambda is equal to charge by length. So that's equal to Q by L. Now the SI unit of linear charge density lambda is coulomb per meter. ചാർജിൻ്റെ എസ് ഐ യൂണിറ്റ് എന്താണ്? കൂളോം. ലെങ്ത്തിൻ്റെ എസ് ഐ യൂണിറ്റ് എന്താണ്? മീറ്റർ. സോ എസ് ഐ യൂണിറ്റ് ഓഫ് ലാംഡ ഈസ് കൂളോം ബൈ മീറ്റർ ഓർ കൂളോം മീറ്റർ റേസ് ടു -1. കൂളോം മീറ്റർ റേസ് ടു -1. ഇവിടെ നമ്മൾ ലീനിയർ ചാർജ് ഡെൻസിറ്റി ഒന്നുകൂടി മനസ്സിലാക്കുകയാണ്. നമുക്കറിയാം ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ ഈസ് ഈക്വൽ ടു എന്താണ്? ക്യൂ ബൈ എൽ. ഇവിടെ നമ്മളൊരു കണ്ടക്ടറിലേക്ക് 10 കൂളോം ചാർജ് കൊടുക്കുകയാണ്. 10 കൂളോം ചാർജ്. ഇവിടെ നമ്മുടെ കണ്ടക്ടറിൻ്റെ ലെങ്ത്ത് സപ്പോസ് 5 മീറ്ററാണ്. അപ്പോൾ ഈ 5 മീറ്റർ ലെങ്ത്തുള്ള ഈ കണ്ടക്ടറിലേക്ക് 10 കൂളോം സപ്പോസ് പോസിറ്റീവ് ചാർജ് കൊടുത്തിരിക്കുകയാണ്. അത് നെഗറ്റീവ് ചാർജും ആവാം. ഇപ്പോൾ ഈ കണ്ടക്ടറിൻ്റെ ലീനിയർ ചാർജ് ഡെൻസിറ്റി എത്രയാണ്? നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്യാം. സോ ലാംഡ 1 എന്നെടുക്കുകയാണ്. Lambda 1 is equal to 10 divided by 5. So that's equal to 2 coulomb per meter. ഇനി നമ്മൾ വേറൊരു കണ്ടക്ടർ, ഒരു 2 മീറ്റർ ലെങ്ത് ഉള്ള കണ്ടക്ടർ എടുത്തിരിക്കുകയാണ്. 2 മീറ്റർ ലെങ്ത് ഉള്ള കണ്ടക്ടർ. അതിലേക്ക് നമ്മൾ ഈ 10 കൂളോം ചാർജ് തന്നെ കൊടുക്കുകയാണ്. 2 മീറ്റർ ലെങ്ത് ഉള്ള കണ്ടക്ടറിലേക്ക് 10 കൂളോം ചാർജ് കൊടുക്കുകയാണ്. ഇപ്പോൾ ലീനിയർ ചാർജ് ഡെൻസിറ്റി എത്രയായിരിക്കും? ലാംഡ 2 ഇസ് ഈക്വൽ ടു എത്ര തന്നെയാണ്? 10 ഡിവൈഡ് ബൈ വാട്ട് ഇസ് ലെങ്ത്? 2. സോ ദാറ്റ്സ് ഈക്വൽ എത്രയെന്ന് കിട്ടും? 10/2 ഇസ് ഈക്വൽ ടു 5 കൂളോം പെർ മീറ്റർ. അപ്പോൾ സെയിം ചാർജ് തന്നെ 2 ഡിഫറെൻ്റ് ലെങ്ത് ഉള്ള കണ്ടക്ടറിലേക്ക് കൊടുത്തപ്പോൾ ചാർജ് ഡെൻസിറ്റി എങ്ങനെയായി? ഡിഫറൻ്റായി. അതായത് സെയിം ചാർജ് തന്നെയാണ്. ഇവിടെ ലെങ്ത് കൂടിയ കണ്ടക്ടറിൻ്റെ കേസിൽ ചാർജ് ഡെൻസിറ്റി ലോവറും ലെങ്ത് കുറഞ്ഞ കണ്ടക്ടറിൻ്റെ കേസിൽ ചാർജ് ഡെൻസിറ്റി ഹയറുമാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. സോ ഹിയർ വി ക്യാൻ സേ ദാറ്റ് ലാംഡ 2 ഗ്രേറ്റർ ദാൻ ലാംഡ 1.
So next charge distribution, next type of charge distribution is surface charge distribution. എന്താ ഇതിൻ്റെ പ്രത്യേകത? Here point charges are uniformly distributed on a surface. ഇപ്പോൾ സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ ചാർജസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഒരു സർഫസിലാണ്. സർഫസ് ഇപ്പോൾ ഒരു സ്ഫിയറിൻ്റെ സർഫസ് ആവാം, അല്ലെങ്കിൽ ഒരു ടേബിളിൻ്റെ സർഫസ് ആവാം. ഓക്കെ, അപ്പോൾ സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഒരു സർഫസിലൂടെയാണ്. So we have the physical quantity associated with surface charge distribution, that is surface charge density. നമ്മൾ അതിനെ സിഗ്മ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. സിഗ്മ ഈസ് ഈക്വൽ ടു എന്താണ്? ചാർജ് ബൈ ഏരിയ. ഇപ്പോൾ ഈ സർഫസിലേക്കുള്ള ചാർജാണ് Q, ഈ സർഫസിൻ്റെ ഏരിയ ആണ് A. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സർഫസ് ചാർജ് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? സിഗ്മ ഈസ് ഈക്വൽ ടു ചാർജ് ബൈ ഏരിയ, ദാറ്റ് ഈസ് Q ബൈ A. ഇപ്പോൾ ഏരിയ ഹയർ ആണെങ്കിൽ സിഗ്മ ലോവർ ആയിരിക്കും, ഏരിയ ലോവർ ആണെങ്കിൽ നമ്മുടെ സർഫസ് ചാർജ് ഡെൻസിറ്റി ഹയർ ആയിരിക്കും. അടുത്തതായിട്ട് അതിൻ്റെ SI യൂണിറ്റ് ഓഫ് സർഫസ് ചാർജ് ഡെൻസിറ്റി ഈസ് കുളോം പെർ മീറ്റർ സ്ക്വയർ. കുളോം പെർ മീറ്റർ സ്ക്വയർ. നമുക്കറിയാം ചാർജിൻ്റെ SI യൂണിറ്റ് കുളോമാണ്, ഏരിയയുടെ SI യൂണിറ്റ് എന്താണ്? മീറ്റർ സ്ക്വയർ. ഏരിയയുടെ SI യൂണിറ്റ് എന്താണ്? മീറ്റർ സ്ക്വയർ. സോ SI യൂണിറ്റ് ഓഫ് സർഫസ് ചാർജ് ഡെൻസിറ്റി ഈസ് കുളോം പെർ മീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ കുളോം മീറ്റർ റൈസ് ടു -2. The next type of charge distribution, that is volume charge distribution. Here the point charges are uniformly distributed in a volume. അപ്പോൾ ഇവിടെ വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ പോയിൻ്റ് ചാർജസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ഒരു വോളിയത്തിലാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുക. അപ്പോൾ ഹിയർ പോയിൻ്റ് ചാർജസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ എ വോളിയം. ഇപ്പോൾ ഈ ബോഡിയുടെ വോളിയം V ആണ്, ഇതിലേക്ക് കൊടുത്തിരിക്കുന്ന ചാർജ് Q ആണ് എങ്കിൽ വാട്ട് ഈസ് വോളിയം ചാർജ് ഡെൻസിറ്റി? നമ്മളതിനെ റോ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. RHO. വോളിയം ചാർജ് ഡെൻസിറ്റി റോ ഈസ് ഈക്വൽ ടു എന്താണ്? ചാർജ് ബൈ വോളിയം. ദാറ്റ് ഈസ് Q ബൈ V. സോ വോളിയം ചാർജ് ഡെൻസിറ്റി റോ ഈസ് ഈക്വൽ ടു Q ബൈ V. Q is the charge, V is the volume. Now SI unit of rho, that is volume charge density, is coulomb per meter cube, അല്ലെങ്കിൽ coulomb meter raised to -3. ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻസ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം കാണിച്ചിട്ടുള്ളത് ഒരു സിംഗിൾ പോയിൻ്റ് ചാർജ്, അത് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നമ്പർ ഓഫ് പോയിൻ്റ് ചാർജസ് ഒരു ലൈനിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ദാറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് ലൈൻ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പോൾ ഈ ലൈൻ എന്ന് പറയുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആകണമെന്നില്ല, അത് കർവ്ഡ് ലൈൻ ആയാലും പ്രോബ്ലം ഇല്ല. അപ്പോൾ പോയിൻ്റ് ചാർജസ് ഒരു ലൈനിലാണെങ്കിൽ സ്ട്രെയിറ്റ് അല്ലെങ്കിൽ കർവ്ഡ്. ഇപ്പോൾ പോയിൻ്റ് ചാർജസ് ഒരു ലൈനിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് ലൈൻ ചാർജ് ഡിസ്ട്രിബ്യൂഷനാണ്. ലാംഡ ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡയാണ്. ലാംഡ ഈസ് ഈക്വൽ ടു Q ബൈ L. ഇനി നമ്മുടെ പോയിൻ്റ് ചാർജസ് ഇതേപോലെ ഒരു സർഫസിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ, ഇപ്പോൾ സർഫസ് എന്ന് പറഞ്ഞപ്പോൾ അത് റെഗുലർ ഷേപ്പ് ആകണമെന്നില്ല, ഇറഗുലർ ഷേപ്പിലുള്ള സർഫസും ആവാം. ഏത് ഷേപ്പിലുള്ള സർഫസ് ആയാലും പ്രോബ്ലം ഇല്ല. അപ്പോൾ പോയിൻ്റ് ചാർജസ് ഇങ്ങനെയുള്ള ഒരു സർഫസിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ അവിടെയുള്ള ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഏതാണ്? സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏതാണ്? സർഫസ് ചാർജ് ഡെൻസിറ്റി. സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ഈസ് ഈക്വൽ ടു എന്താണ്? Q ബൈ A. അതിൻ്റെ യൂണിറ്റ് അറിയുക, കൂളോം പെർ മീറ്റർ സ്ക്വയർ. ഇനി പോയിൻ്റ് ചാർജസ് ഇതേപോലെ ഒരു ബോഡിയിൽ ഒരു വോളിയത്തിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ, അപ്പോൾ വോളിയം എന്ന് പറയുമ്പോൾ റെഗുലർ ഷേപ്പ് ആവണമെന്നില്ല, ഒരു ക്യൂബിക്കൽ ഷേപ്പ് ആവണമെന്നില്ല, ഏത് ഷേപ്പും ആവാം, ഏത് ഇറഗുലർ ഷേപ്പുള്ള ഒരു ബോഡി ആണെങ്കിലും. അപ്പോൾ ഇവിടെ ഒരു വോളിയത്തിലാണ് പോയിൻ്റ് ചാർജസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇവിടെയുള്ള ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷനാണ്.
വോളിയം ചാർജ് ഡെൻസിറ്റി ഇക്വേഷൻ നമുക്കറിയാം. വോളിയം ചാർജ് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? റോ ഈസ് ഈക്വൽ ടു ചാർജ് ബൈ വോളിയം. അതിൻ്റെ SI യൂണിറ്റ് മനസ്സിലാക്കി വയ്ക്കുക. ഇനി നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് വരികയാണ്. ദാറ്റ് ഈസ് ഗോസസ് ലോ. സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക. ഗോസസ് ലോ, ഗോസസ് തിയറം എന്നും പറയും. അപ്പോൾ ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ടത് ഈ തിയറം അങ്ങനെ തന്നെ പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക. അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പിന്നീടുള്ള ഡിസ്കഷൻസിൽ നമ്മൾ മനസ്സിലാക്കുന്നതാണ്. നമുക്ക് നോക്കാം. ദ ഫ്ലക്സ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. നമുക്കറിയാം എന്താണ് ഫ്ലക്സ് എന്ന് പറയുക. വാട്ട് യു മീൻ ബൈ ഫ്ലക്സ്? ഇറ്റ് ഈസ് ദി ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമലി ത്രൂ ആൻ ഏരിയ. അതാണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുക. ഫ്ലക്സിൻ്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ നമുക്കറിയാം. ദാറ്റ് ഈസ് ഇലക്ട്രിക് ഫ്ലക്സ് phi is equal to surface integral E dot ds. Now, the flux of electric field through any closed surface is 1 by epsilon 0 times the total charge enclosed by the surface. That is flux, that is surface integral E dot ds is equal to q by epsilon 0. That is 1 by epsilon 0 times the charge. That is simply q by epsilon 0. This is Gauss's law. അപ്പോൾ ഇവിടെ എപ്സിലോൺ 0 എന്താണ്? പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അതിൻ്റെ വാല്യൂ നമുക്കറിയാം. സോ ദാറ്റ് ഈസ് ദ Gauss's law. ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ നമുക്കൊരു സ്പെറിക്കൽ സർഫസ് ഉണ്ട്. സ്പെറിക്കൽ സർഫസ് 3 ഡയമെൻഷനായിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യണം. ഇതൊരു സ്ഫിയർ ആണ്, സ്പെറിക്കൽ സർഫസ് ആണ്. ഇവിടെ സ്പെറിക്കൽ സർഫസിൻ്റെ ഇൻസൈഡ് പോയിന്റിൽ ഞാൻ ഇവിടെ ഒരു Q എന്ന ചാർജ് വെച്ചിരിക്കുകയാണ്. എവിടെ വേണമെങ്കിലും, സെൻറ്ററിലാവണമെന്നില്ല, എവിടെ വേണമെങ്കിലും ആവാം. അവിടെ Q എന്ന ചാർജ് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം ഈ ചാർജിൽ നിന്നുള്ള ഇലക്ട്രിക് ഫ്ലക്സ് ഇവിടെ എല്ലായിടത്തും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. നൗ വാട്ട് വിൽ ബി ദ ഫ്ലക്സ് പാസിംഗ് ത്രൂ ദിസ് ക്ലോസ്ഡ് സർഫസ്? ഇവിടെ നമ്മൾ ഡ്രോ ചെയ്തിരിക്കുന്നത് ഒരു സ്പെറിക്കൽ സർഫസ് ആണ്, ക്ലോസ്ഡ് സർഫസ് ആണ്. ആ സർഫസിൻ്റെ ഇൻസൈഡ് പോയിന്റിലാണ് ചാർജ് പ്ലേസ് ചെയ്തിരിക്കുക. നൗ വാട്ട് വിൽ ബി ദ ഫ്ലക്സ് പാസിംഗ് ത്രൂ ദിസ് ക്ലോസ്ഡ് സർഫസ്? വി നോ ദാറ്റ് ഇസ് ദി ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമലി ത്രൂ ആൻ ഏരിയ. അപ്പോൾ ഗോസസ് തിയറം യൂസ് ചെയ്തുകൊണ്ട് ഇവിടെ നമുക്ക് ആ ഫ്ലക്സ് വളരെ ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഫ്ലക്സ് phi is equal to എന്താണ്? നമുക്ക് ചാർജിൻ്റെ വാല്യൂ അറിയാം, Q ഡിവൈഡ് ബൈ എപ്സിലോൺ 0. എപ്സിലോൺ 0 കോൺസ്റ്റൻ്റ് ആണ്, നമുക്ക് അതിൻ്റെ വാല്യൂ അറിയാം, 8.854 ഇൻറ്റു 10⁻⁻12. അപ്പോൾ ഗോസസ് തിയറി യൂസ് ചെയ്തുകൊണ്ട് ക്ലോസ്ഡ് സർഫസിലൂടെ പാസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫ്ലക്സ് വളരെ ഈസി ആയിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. വാട്ട് ഈസ് ഗോസസ് തിയറം? ദ ഫ്ലക്സ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, ദറ്റ് ഈസ് ഫ്ലക്സ് phi is equal to 1 by epsilon 0 times the charge enclosed. That is flux phi is equal to surface integral E dot ds is equal to q by epsilon 0. Next topic is the proof of Gauss's law. ഇപ്പോൾ Gauss's law നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. അതായത് ഫ്ലക്സ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഓവർ എ ക്ലോസ്ഡ് സർഫസ് ഇസ് ഈക്വൽ ടു 1 by epsilon 0 times q എന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, കൺസിഡർ എ ചാർജ് പ്ലസ് Q. ഇവിടെ പ്ലസ് Q എന്ന ചാർജ് ഉണ്ട്. ഈസ് പ്ലേസ്ഡ് ഇൻസൈഡ് എ സ്ഫിയർ ഓഫ് റേഡിയസ് R. ഇവിടെ പ്ലസ് Q എന്ന ചാർജ് ഒരു സ്ഫിയറിൻ്റെ സെൻറ്ററിൽ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. The flux passing through the closed spherical area is phi is equal to, നമുക്കറിയാം ഫ്ലക്സിൻ്റെ ഇക്വേഷൻ എന്താണ്? ഫ്ലക്സ് phi is equal to surface integral E dot ds. Flux passing through an area. Here the flux passing through the closed spherical area, spherical surface, that is phi is equal to surface integral E dot ds. ഇപ്പോൾ നമുക്കതൊന്നുകൂടി മനസ്സിലാക്കാം. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഒരു സ്പെറിക്കൽ സർഫസ് ആണ്, ക്ലോസ്ഡ് ആയിട്ടുള്ള സ്പെറിക്കൽ സർഫസ്. ആ സ്പെറിക്കൽ സർഫസിൻ്റെ ഇൻസൈഡ് പോയിൻറ്റ്സിൽ, അതിൻ്റെ സെൻറ്ററിൽ, ഇവിടെ സ്പെറിക്കൽ സർഫസിൻ്റെ സെൻറ്റർ പോയിൻറ്റിൽ ഇവിടെ Q എന്ന ചാർജ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വെച്ചിരിക്കുന്ന ചാർജ് ഏതാണ്? പ്ലസ് Q.
അപ്പോൾ നമുക്കറിയാം ഇവിടെ പ്ലസ് ക്യൂ എന്ന ചാർജ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ ചാർജ് വെച്ചിരിക്കുന്നത് നമ്മുടെ സ്ഫിയറിൻ്റെ സ്പെറിക്കൽ സർഫസിൻ്റെ സെൻറ്ററിലാണ്, ഹോളോസ്ഫിയറാണ്. അപ്പോൾ ഈ സ്പെറിക്കൽ സർഫസിൻ്റെ സെൻറ്ററിലാണ് പ്ലസ് ക്യൂ എന്ന ചാർജ് പ്ലേസ് ചെയ്തിരിക്കുക. അപ്പോൾ ഈ ചാർജിൽ നിന്നുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇതേ രീതിയിൽ പാസ് ചെയ്ത് പോകുന്നുണ്ട്. നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചതാണ് ഫ്ലക്സ് പാസിംഗ് ത്രൂ എ സർഫസ്. ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഫ്ലക്സ് ഫൈ ഇസ് ഈക്വൽ ടു എന്താണ്? സർഫസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മളൊരു കാര്യം എടുക്കുകയാണ്. ഡി എസ് എന്നൊരു ഏരിയ ഞാനിവിടെ വരച്ച് കാണിക്കുകയാണ്. ദിസ് ഈസ് ദ ഏരിയ ഡി എസ്. ആ സ്ഫിയറിൻ്റെ സ്പെറിക്കൽ ഏരിയയുടെ സ്ഫിയറിൻ്റെ സർഫസിലുള്ള ഒരു സ്മോൾ ഏരിയയാണ് ഏത്? അവിടെ ഡി എസ് എന്ന നമ്മുടെ നോട്ട്സിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. ദിസ് സ്മോൾ ഏരിയ ഈസ് ടേക്കൺ ആസ് ഡി എസ്. സോ ഫ്ലക്സ് പാസിംഗ് ത്രൂ ദിസ് ക്ലോസ്ഡ് സർഫസ് ഈസ് ഫൈ ഈസ് ഈക്വൽ ടു, അത് നമുക്കറിയാവുന്ന ഇക്വേഷനാണ്, സർഫസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഫ്ലക്സ് ഏതിന് ഈക്വൽ ആണെന്ന് കാണിക്കണം. ഗോസസ് തിയറം അനുസരിച്ച് ദിസ് ഫ്ലക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? ക്യൂ ബൈ എപ്സിലോൺ 0 എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മുടെ നോട്ട്സിൽ ഡി എസ് എന്ന ഏരിയ മാർക്ക് ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞു ഡി എസ് എന്ന ഏരിയ എന്താണ്? സ്ഫിയറിൻ്റെ സർഫസിലുള്ള സ്മോൾ ഏരിയയാണ് ഡി എസ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ പി എന്ന പോയിന്റ് എന്ന് വെച്ചാൽ ഡി എസ് എന്ന ഏരിയയിൽ കാണുന്നൊരു പോയിൻ്റാണ് പി. ഡി എസ് എന്ന ഏരിയയിലുള്ള ആ സർഫസിലൊരു പോയിൻ്റാണ് പി. അപ്പോൾ പി എന്ന പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ നമുക്കറിയാം. അതായത് ഇതൊരു പോയിന്റ് ചാർജാണ്. ഇവിടെ ഈ പി എന്ന പോയിന്റ്, അതായത് സർഫസിലെ ഈ പി എന്ന പോയിന്റ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ആർ എന്ന ഡിസ്റ്റൻസിലാണ്, റേഡിയസ്. സർഫസിലെ പി എന്ന പോയിന്റ് പ്ലേസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ പോയിന്റ് ചാർജിൽ നിന്നും ആർ എന്ന ഡിസ്റ്റൻസിലാണ്. സോ വി നോ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ്, ദാറ്റ് ഈസ് അറ്റ് എ പോയിന്റ് പി, ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പി ഇ ഇസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു ക്യൂ ബൈ ആർ സ്ക്വയർ. ഇനി നമ്മളുടെ ഇക്വേഷനിലേക്ക് വരികയാണ്. നമുക്ക് ഫ്ലക്സിൻ്റെ ഇക്വേഷൻ അറിയാം. ഫൈ ഇസ് ഈക്വൽ ടു എന്താണ്? സർഫസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. നമ്മളതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. സർഫസ് ഇൻ്റഗ്രൽ ഇ ഡി എസ് കോസ് തീറ്റ. ഇവിടെ തീറ്റ 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ് 0 കിട്ടിയത്? നമുക്ക് ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ ഡി എസ് എന്ന ഏരിയ അത് സ്ഫിയറിൻ്റെ സർഫസിൽ ഏരിയ ആണെന്ന് പറഞ്ഞു. ഡി എസ് എന്ന ഏരിയ അത് ഏരിയ വെക്ടറാണ് അല്ലേ? ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? അതിൻ്റെ സർഫസിന് പെർപെൻഡിക്കുലർ. അപ്പോൾ ഡി എസ് എന്ന ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷനാണ് ഈ കാണിച്ചിരിക്കുക. കണ്ടോ, ഡി എസ് ക്യാപ്പ് എന്ന് കാണിച്ചിരിക്കുന്നത് ഈ ഡയറക്ഷനാണ്. അതായത് സ്മോൾ ഏരിയയുടെ ഏരിയ വെക്ടർ, ദിസ് ഏരിയ വെക്ടർ, ദ ഡയറക്ഷൻ ഓഫ് ഏരിയ വെക്ടർ ഈസ് പെർപെൻഡിക്കുലർ ടു ദി സർഫസ്. സോ ദിസ് ഇസ് ദ ഡയറക്ഷൻ ഓഫ് ഏരിയ വെക്ടർ and this is the direction of electric field at this point P. Direction of electric field at this point P. So in the case of this small area, angle between the direction of electric field and area vector is 0 degree. So surface integral E ds cos 0. What is cos 0? 1. Cos 0 is 1. Now surface integral E ds. സർഫസ് ഇൻ്റഗ്രൽ ഇ ഡി എസ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ ഇൻ്റഗ്രേഷൻ പെർഫോം ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ഡി എസ് നമ്മുടെ സ്ഫിയറിൻ്റെ സർഫസിൽ ഇവിടെ ഡി എസ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ഏരിയാസ് ഉണ്ട്. ഇവിടെ സ്മോൾ ഏരിയയാണ് ഡി എസ് എന്ന് പറയുക. ഇതേപോലെ നമ്മുടെ സ്ഫിയറിൻ്റെ സർഫസിൽ നമ്പർ ഓഫ് ഡി എസ് ഏരിയാസ് ഉണ്ട്. അപ്പോൾ ഈ സ്ഫിയറിലൂടെയുള്ള കംപ്ലീറ്റ് ഫ്ലക്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഓരോ ഡി എസിലൂടെയും പാസ് ചെയ്യുന്ന ടോട്ടൽ ഫ്ലക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. നമ്മൾ അതിനാണ് ഇൻ്റഗ്രേഷൻ പെർഫോം ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, ഈ സ്ഫിയറിൻ്റെ സർഫസിലെ ഓരോ പോയിന്റിലെയും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അത് എന്ത് തന്നെയാണ്? ഈസ് ഈക്വൽ ടു 1/4πε0 ക്യൂ ബൈ ആർ സ്ക്വയർ തന്നെയാണ്. ഈ ഓരോ പോയിന്റിലെയും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ഡയറക്ഷൻ ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ് ചാർജിൻ്റെ പ്രസൻസിൽ
ഈ സ്പെറിക്കൽ സർഫസിലെ ഓരോ പോയിന്റിലെയും 3 ഡയമെൻഷനായിട്ട് കാണണം, ഓരോ പോയിന്റിലെയും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേഷൻ പെർഫോം ചെയ്യുമ്പോൾ കോൺസ്റ്റൻറ്റ് ടേംസ് ഉണ്ടെങ്കിൽ ഇൻ്റഗ്രൽ സൈനിന് പുറത്തേക്ക് എടുക്കും. അപ്പോൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് പുറമേക്ക് എടുത്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുകയാണ്, നമ്മുടെ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ ആഫ്റ്റർ സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് എന്ത് കിട്ടും? 1/4πε0 Q/r² എന്താണ്? സർഫസ് ഇൻ്റഗ്രൽ ds. എന്താണ് സർഫസ് ഇൻ്റഗ്രൽ ds? ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദി സ്ഫിയർ. ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദി സ്ഫിയർ. ഞാൻ പറഞ്ഞു ds അങ്ങനെ സം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഈ സ്ഫിയറിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ കിട്ടും. സോ സർഫസ് ഇൻ്റഗ്രൽ ds എന്ന് വെച്ചാൽ എന്താണ്? ആ സ്ഫിയറിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എത്രയാണ്? നമുക്ക് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ അറിയാം. r എന്നുള്ളത് സ്ഫിയറിൻ്റെ റേഡിയസ് ആണെങ്കിൽ ആ സ്ഫിയറിൻ്റെ സ്പെറിക്കൽ സർഫസിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? 4πr². എത്രയാണ്? 4πr². അപ്പോൾ ഇൻ്റഗ്രൽ dsന് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു 4πr². ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യുകയാണ്. ക്യാൻസൽ ചെയ്യാവുന്ന ടേംസ് എല്ലാം ക്യാൻസലായി കളയാം. 4π ക്യാൻസലായി പോകും. r² ക്യാൻസലായി പോകും. ബാലൻസ് എന്തുണ്ട്? Q/ε0. ദാറ്റ് ഈസ് സർഫസ് ഇൻ്റഗ്രൽ E.ds ഇസ് ഈക്വൽ ടു എന്താണ്? Q/ε0. ദാറ്റ്സ് എ പ്രൂഫ് ഓഫ് ഗോസസ് ലോ. അപ്പോൾ നമ്മളിപ്പോൾ മനസ്സിലായി കഴിഞ്ഞു ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ് അക്കോർഡിംഗ് ടു ഗോസസ് തിയറം. ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ് phi is equal to, that is സർഫസ് ഇൻ്റഗ്രൽ E ഡോട്ട് ഫ്ലക്സ് phi തന്നെയാണ് സർഫസ് ഇൻ്റഗ്രൽ E.ds എന്ന് പറയുക. ds is equal to എന്താണ്? Q/ε0. ഇനി നമ്മൾ 2-3 അഡീഷണൽ പോയിന്റ്സിലേക്ക് വരികയാണ്. ഫസ്റ്റ് പോയിന്റ്, if the closed surface contain an electric dipole, then the net charge Q plus minus Q is equal to 0. നമുക്കറിയാം ഒരു ഇലക്ട്രിക് ഡൈപോളിൻ്റെ നെറ്റ് ചാർജ് എത്രയാണ്? 0. So therefore ഇലക്ട്രിക് ഫ്ലക്സ് phi is 0. സപ്പോസ് ഒരു ഇലക്ട്രിക് ഡൈപോൾ ഒരു സ്പെറിക്കൽ സർഫസിൻ്റെ അകത്ത് വെച്ചിരിക്കുകയാണ്. ഒരു സ്പെറിക്കൽ സർഫസ്, ഇവിടെ പ്ലസ് Q ഉണ്ട്, മൈനസ് Q ഉണ്ട്. അല്ലെങ്കിൽ ഒരു ക്യൂബിക്കൽ സർഫസിൻ്റെ ഇൻസൈഡ് പോയിൻറ്റ്സിൽ പ്ലേസ് ചെയ്തിരിക്കുകയാണ് ഒരു ഇലക്ട്രിക് ഡൈപോൾ. ഇവിടെയും ഇലക്ട്രിക് ഡൈപോൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്, പ്ലസ് മൈനസ്. അല്ലെങ്കിൽ ഒരു ഇറഗുലർ ഷേപ്പ്, ഏത് ഷേപ്പും ആയിക്കോട്ടെ, ഇറഗുലർ ഷേപ്പിലുള്ള ഒരു ക്ലോസ്ഡ് സർഫസിൻ്റെ ഇൻസൈഡ് പോയിൻറ്റ്സിൽ നമ്മുടെ ഇലക്ട്രിക് ഡൈപോൾ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഇത് പ്ലസ്, ഇത് മൈനസ് ചാർജ്. ഈ കേസിലെല്ലാം നമ്മളുടെ ഈ ഗോസസ് തിയറം എങ്ങനെ എഴുതാം? ഫ്ലക്സ് phi is equal to Q/ε0. അപ്പോൾ ഈ കേസിൽ Q എത്രയാണ്? നമ്മുടെ ക്ലോസ്ഡ് സർഫസ്, അത് ഏത് ഷേപ്പും ആയിക്കോട്ടെ, ആ ക്ലോസ്ഡ് സർഫസ് എൻക്ലോസ് ചെയ്യുന്ന ചാർജ് എത്രയാണ്? 0. സോ 0/ε0. സോ ദാറ്റ്സ് ഈക്വൽ ടു 0. അപ്പോൾ മനസ്സിലാക്കുക, ഇഫ് ദ ക്ലോസ്ഡ് സർഫസ് കണ്ടെയ്ൻ ആൻ ഇലക്ട്രിക് ഡൈപോൾ, ദ നെറ്റ് ചാർജ് ഈസ് 0. ദെർഫോർ ഇലക്ട്രിക് ഫ്ലക്സ് phi ഈസ് ഓൾസോ 0. അടുത്ത പോയിന്റ് എന്താണ്? ദ ഗോസസ് ലോ ഈസ് ട്രൂ. Gauss's law is true for any closed surface having any size and shape. അപ്പോൾ ഗോസസ് ലോ ആപ്ലിക്കബിൾ ആവുന്നത് ഏത് ക്ലോസ്ഡ് സർഫസിൻ്റെ കേസിലും അത് ആപ്ലിക്കബിൾ ആണ്. അതിന് സ്ക്വയർ ഷേപ്പ് എന്നോ ക്യൂബിക്കൽ ഷേപ്പ് എന്നോ സ്പെറിക്കൽ ഷേപ്പ് എന്നോ ഇല്ല. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന കേസ്, ഇപ്പോൾ നമ്മൾ ഡൈപോളിൻ്റെ കേസിൽ നമ്മൾ ഈ ഷേപ്പ് ആണെങ്കിലും ഈ ഷേപ്പ് ആണെങ്കിലും ഈ ഷേപ്പ് ആണെങ്കിലും നമ്മുടെ ഫ്ലക്സ് എത്ര തന്നെയാണ്? 0. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുക ഗോസസ് ലോ ഈസ് ട്രൂ ഫോർ എനി ക്ലോസ്ഡ് സർഫസ് ഹാവിങ് എനി സൈസ് ആൻഡ് ഷേപ്പ്. Now, next point. Gauss's law is used to find electric field due to system of charges having some symmetry. അപ്പോൾ നമുക്കറിയാം ഗോസസ് ലോയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് യൂസ് എന്താണ്? ഫ്ലക്സിൻ്റെ കാൽക്കുലേഷനാണ്. ഇനി ഗോസസ് ലോ എന്തിനു വേണ്ടി യൂസ് ചെയ്യാം? ചില സിമെട്രിക് ചാർജ് കോൺഫിഗറേഷൻ്റെ കേസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയും യൂസ് ചെയ്യാം. ഞാൻ പറഞ്ഞു ഗോസസ് ലോയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് യൂസ് എന്താണ്? ഫ്ലക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുള്ളതാണ്. ഇത് അഡീഷണൽ യൂസ് ആണ്. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ടു ഫൈൻഡ്
electric field due to system of charges having some symmetry. ഇവിടെ നമ്മൾ സിലിണ്ടറിക്കൽ സിമെട്രി എന്താണെന്ന് മനസ്സിലാക്കുകയാണ്. ഇതൊരു സ്ട്രെയിറ്റ് കണ്ടക്ടറാണ്. ഈ റെഡ് ലൈനിൽ കാണിച്ചിരിക്കുന്നത് ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടറാണ്. അത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. ആ കണ്ടക്ടറിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് നമ്മളൊരു സിലിണ്ടറിക്കൽ സർഫസ് ഇമാജിൻ ചെയ്തിരിക്കുകയാണ്. ഇമാജിൻ ചെയ്യുന്നതാണ് സിലിണ്ടറിൻ്റെ സെൻറ്ററിലൂടെ അതിൻ്റെ ആക്സിസിലൂടെ തന്നെയാണ് നമ്മളുടെ ചാർജ്ഡ് കണ്ടക്ടർ പാസ് ചെയ്യുന്നത്. ഇവിടെ ഈ സിലിണ്ടറിൻ്റെ സർഫസ് എടുത്തു കഴിഞ്ഞാൽ ആ സർഫസിലെ ഓരോ പോയിന്റിലെയും സിലിണ്ടറിൻ്റെ സർഫസിലെ ഓരോ പോയിന്റിലെയും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എങ്ങനെയാണ്? കോൺസ്റ്റൻ്റ് ആണ്. ഡയറക്ഷൻ ഡിഫറെൻ്റ് ആവാം, പക്ഷേ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആണ്. ഇപ്പോൾ നമ്മുടെ ഈ ലൈൻ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ ഇവിടെ ഏത് ടൈപ്പ് സിമെട്രിയാണുള്ളത്? സിലിണ്ടറിക്കൽ സിമെട്രിയാണുള്ളത്. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് എന്ത് കാണിക്കുന്നു? സിലിണ്ടറിക്കൽ സിമെട്രി കാണിക്കുന്നു. കാര്യം എന്താണ്? ആ സിലിണ്ടറിക്കൽ സർഫസിൽ ഒരു സിലിണ്ടറിക്കൽ സർഫസ് ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ സർഫസിലെ ഓരോ പോയിന്റിലെയും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സിമെട്രി എങ്ങനെയാണ്? സിലിണ്ടറിക്കൽ സിമെട്രി. ഇനി അടുത്തതായിട്ട് ഇവിടെ നമുക്ക് മനസ്സിലാക്കാം സ്പെറിക്കൽ സിമെട്രിയാണ് ഈ കാണിച്ചിരിക്കുക. ഇതൊരു പോയിന്റ് ചാർജ്, നമ്മൾ അതിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് ഒരു സ്പെറിക്കൽ സർഫസ് ഇമാജിൻ ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം ഈ സർഫസിൽ ഓരോ പോയിന്റിലെയും നമുക്കിതൊരു പോയിന്റ് ചാർജ് ആണല്ലോ, അപ്പോൾ ആർന്ന ഡിസ്റ്റൻസിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി നമുക്ക് മനസ്സിലാക്കാം. E = 1/4πε0 ആ ഇക്വേഷൻ നോക്കി നമുക്ക് മനസ്സിലാക്കാം ഈ സ്ഫിയറിൻ്റെ സർഫസിൽ ഓരോ പോയിന്റിലെയും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഈ പോയിന്റ് ചാർജിൻ്റെ കേസിൽ പോയിന്റ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ കേസിൽ അവിടെ സിമെട്രി എങ്ങനെയാണ്? സ്പെറിക്കൽ സിമെട്രി. കാര്യം ഈ സ്പെറിക്കൽ സർഫസിൽ ഈ പോയിന്റ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഈ കാണുന്നതാണ് സ്പെറിക്കൽ സിമെട്രി. അടുത്തതായിട്ട് നമ്മളിവിടെ കാണുന്നതാണ് പ്ലെയിനാർ സിമെട്രി. ഇവിടെ തന്നിരിക്കുന്ന ചാർജ് സിസ്റ്റം ഇതാണ്, ഒരു പ്ലെയിൻ ഷീറ്റാണ്. പ്ലെയിൻ ഷീറ്റ്, നമ്മൾ അതിൻ്റെ ഒരു എഡ്ജ് മാത്രമാണ് കാണുന്നത്. ഷീറ്റിൻ്റെ പ്ലെയിൻ വന്നിരിക്കുന്നത് നമ്മളുടെ സ്ക്രീനിൻ്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലറായിട്ടാണ്. ഇവിടെ നമ്മളിവിടെ ഒരു സർഫസ് ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആക്ച്വൽ സർഫസ് ആകണമെന്നില്ല, ഇമാജിനറി സർഫസും ആവാം. അപ്പോൾ നമ്മുടെ ഈ പ്ലെയിൻ ഷീറ്റിന് പാരലായിട്ട് നമ്മളൊരു സർഫസ്, ഒരു പ്ലെയിൻ സർഫസ് പാരലായിട്ട് ഒരു പ്ലെയിൻ സർഫസ് ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമ്മളിവിടെ കാണുന്നത് എന്താണ്? പ്ലെയിനാർ സിമെട്രിയാണ്. അപ്പോൾ ഇതിന് പാരലായിട്ട് എത്ര സർഫസ് വേണമെങ്കിലും നമുക്ക് ഇമാജിൻ ചെയ്യാം. ആ ഓരോ സർഫസിലെയും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ്? കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമ്മളിവിടെ കാണുന്നത് എന്താണ്? പ്ലെയിനാർ സിമെട്രി. അടുത്ത പോയിന്റ്, Gauss's law is based on the inverse square of distance. That is, Gauss's law is based on Coulomb's law. ഇത് നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മുടെ ഗോസസ് തിയറത്തിൻ്റെ പ്രൂഫിലേക്ക് പോയാൽ മതിയാവും. ഗോസസ് തിയറത്തിൻ്റെ പ്രൂഫ് നോക്കിയിട്ട് നമുക്ക് ഈ ഒരു പോയിന്റ് മനസ്സിലാക്കാം. Gauss's law is based on inverse square law of distance. That is, Gauss's law is based on Coulomb's law. അതായത് നമ്മളിവിടെ ഗോസസ് തിയറം പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ബേസിക്കായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് കുളോംസ് ലോയാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? നമ്മൾ ഈ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ് എന്ന ഇക്വേഷൻ ഡിറൈവ് ചെയ്തിട്ടുള്ളത് കുളോംസ് ലോ യൂസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ആ കുളോംസ് ലോയിൽ നിന്നാണ് നമുക്ക് ഈ ഇക്വേഷൻ കിട്ടിയത്. ഈ ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഏത് ഇക്വേഷനിലേക്ക് എത്താൻ പറ്റിയത്? ഗോസസ് തിയറത്തിലേക്ക് എത്താൻ സാധിച്ചത്. സോ അതുകൊണ്ടാണ് പറയുക ഗോസസ് തിയറം, ഗോസസ് ലോ ഡിപ്പെൻഡ്സ് ഓൺ കുളോംസ് ലോ. എന്താണ് ഈ കുളോംസ് ലോ എന്ന് പറയുക? കുളോംസ് ലോ മീൻസ് ദാറ്റ് ഇസ് എ ലോ ഓഫ് ഇൻവേഴ്സ് സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ്. കുളോംസ് ലോ ഈസ് ലോ ഓഫ് ഇൻവേഴ്സ് സ്ക്വയർ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുക എന്ത്? ഗോസസ് ലോ ഈസ് ബേസ്ഡ് ഓൺ ഇൻവേഴ്സ് സ്ക്വയർ ലോ ഓഫ് ഡിസ്റ്റൻസ്. നമ്മൾ ആ പ്രൂഫ് നോക്കിയിട്ടാണ് മനസ്സിലാക്കുന്നത്. ദാറ്റ് ഈസ് ഗോസസ് ലോ ഡിപ്പെൻഡ്സ് ഓൺ കുളോംസ് ലോ. അപ്പോൾ ഇത് പ്രൂഫ് നോക്കി നമുക്ക് ഈ കാര്യം മനസ്സിലാക്കാം. അടുത്തതായിട്ട്, ദ സർഫസ് ദാറ്റ് വി ചൂസ് ഫോർ ദി ആപ്ലിക്കേഷൻ ഓഫ് Gauss's law is called Gaussian surface. ഇപ്പോൾ നമുക്കറിയാം
നമ്മുടെ ഗോസസ് തിയറം യൂസ് ചെയ്തുകൊണ്ട് ചില സിമെട്രിക്കൽ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ലൈൻ ചാർജ് ഇവിടെ ലൈൻ ചാർജിൻ്റെ കേസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മളൊരു ഇമാജിനറി സർഫസ്, ഇപ്പോൾ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഒരു ക്ലോസ്ഡ് സർഫസ് നമ്മൾ ഇമാജിൻ ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ കേസിൽ ഇതാണ് ഇവിടെയുള്ള ഗോഷ്യൻ സർഫസ്. ഈ കേസിലെ ഗോഷ്യൻ സർഫസ് ആണ് ഈ വരച്ചിരിക്കുക. അപ്പോൾ നമ്മൾ ഗോഷ്യൻ സർഫസ് ഇമാജിൻ ചെയ്യണം. ഇനി ഒരു പോയിൻ്റ് ചാർജിൻ്റെ പ്രസൻസിൽ ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഗോഷ്യൻ സർഫസ് ആണ് ഇത് സ്പെറിക്കൽ സർഫസ്. ഇമാജിൻ ചെയ്യുകയാണ്. അപ്പോൾ ദ സർഫസ് ദാറ്റ് വി ചൂസ് ഫോർ ദി ആപ്ലിക്കേഷൻ ഓഫ് ഗോസസ് ലോ ഈസ് കോൾഡ് ഗോഷ്യൻ സർഫസ്. ഇവിടെ ഈ വരച്ചിരിക്കുന്നത് ഗോഷ്യൻ സർഫസ് ആണ്. ഇവിടെ ഇപ്പോൾ ഗോഷ്യൻ സർഫസിൻ്റെ ഷേപ്പ് എന്താണ്? സിലിണ്ടറിക്കൽ. ഈ വരച്ചിരിക്കുന്നത് ഗോഷ്യൻ സർഫസ് ആണ്. ഇതിൻ്റെ ഷേപ്പ് എന്താണ്? സ്പെറിക്കൽ. അപ്പോൾ ഗോസസ് തിയറം അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലോസ്ഡ് സർഫസ് ആണ് ഏത്? ഗോഷ്യൻ സർഫസ് എന്ന് പറയുക.